ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ED സമൻസ്. മാർച്ച് 4-ന് ഹാജരാകണം. മുൻ ദേവസ്വം പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന N വാസുവിനും സമൻസുണ്ട്. അടുത്ത ആഴ്ച ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. റിപ്പോർട്ട് കാണാം. തന്ത്രി കണ്ഠരര് രാജീവരുടെ സാമ്പത്തിക ഇടപാടുകളിലാണ് ED വ്യക്തത തേടാനൊരുങ്ങുന്നത്. കവർച്ചയിൽ പങ്കാളിത്തമുണ്ടെന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകളൊന്നും SITക്ക് ലഭിച്ചിരുന്നില്ല. അന്വേഷണ സംഘത്തിന് തന്ത്രിക്കെതിരെ തെളിവുകൾ ഹാജരാക്കാനായില്ലെന്ന് വിജിലൻസ് കോടതിയും നിരീക്ഷിച്ചിരുന്നു. അതേസമയം സംശയകരമായ ചില നിക്ഷേപങ്ങൾ തന്ത്രിക്കുണ്ടായിരുന്നതായി കണ്ടെത്തിയിരുന്നു. ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ 2 കോടി 5 ലക്ഷം രൂപ സ്വന്തം പേരിലും 62 ലക്ഷം രൂപ ഭാര്യയുടെ പേരിലും നിക്ഷേപിച്ചതായി കണ്ടെത്തിയിരുന്നു. ഇതു സംബന്ധിച്ചും വരുമാന സ്രോതസ്സുകൾ സംബന്ധിച്ചും ED അന്വേഷണം നടത്തും. മറ്റു നിക്ഷേപങ്ങളോ ബിനാമി ഇടപാടുകളോ ഉണ്ടായിരുന്നോ എന്നും പരിശോധിക്കും. SIT കേസിൽ തന്ത്രി ജാമ്യത്തിലാണുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം മുൻ പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായിരുന്ന N വാസുവിനും സമൻസുണ്ട്. ശബരിമല ശ്രീകോവിൽ കട്ടിളപ്പാളിയിലെ സ്വർണം ചമ്പാക്കി രേഖപ്പെടുത്തിയതിന് പിന്നിൽ അന്നത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസുവാണെന്നും കട്ടിളപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ വാസു ഇടപെട്ടിരുന്നുവെന്നുമായിരുന്നു SIT റിപ്പോർട്ട്. കട്ടിളപ്പാളി കേസിലെ 3-ാം പ്രതിയാണ് വാസു. കേസിലെ മുഖ്യകണ്ണി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയാണ് ഇനി ചോദ്യം ചെയ്യാനുള്ളത്. ജനം, കൊച്ചി.